യെസ്, എന്തായാലും രാജ്യം വിപുലമായ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നതിന് റിപ്പബ്ലിക് ദിന പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പലതരത്തിലുള്ള പ്രകടനങ്ങളൊപ്പം ആയുധ ശേഷി വ്യക്തമാക്കുന്ന പ്രകടനങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടെ എല്ലാ പരിപാടികൾക്കും തുടക്കമാകും. ഒപ്പം തന്നെ രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തും വിപുലമായ പരിപാടികളുണ്ട്. ഇപ്പോൾ കൊച്ചി നേവൽ ബേസിൽ നിന്നുള്ള പരിപാടിയാണ്. അവിടെ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. हाँ യെസ്, കൊച്ചിയിലും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. കൊച്ചി നേവൽ ബേസിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും വിപുലമായ റിപ്പബ്ലിക് ദിന ആഘോഷ പരേഡുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ മന്ത്രിമാരായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് നേതൃത്വം നൽകുക. അതേസമയം തിരുവനന്തപുരത്ത് ഗവർണർ ദേശീയ പതാക ഉയർത്തും. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി കൂടെ ഉണ്ടാകും. അപ്പോൾ സംസ്ഥാനവും വിപുലമായ ആഘോഷങ്ങളിലേക്ക് തന്നെ നീങ്ങുകയാണ്. രാജ്യം പരമോന്നത റിപ്പബ്ലിക് ആയതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 76 വർഷം പൂർത്തിയാകുന്നു. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിലേക്കാണ്. എന്തായാലും നേവൽ ബേസിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തന്നെയാണ്. रैल सिंह द्वारा राष्ट्रपति के ध्वज प्रदान किए गए थे। യെസ്, കൊച്ചി നേവൽ ബേസിലെ റിപ്പബ്ലിക് ദിന പരേഡാണ് കണ്ടത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, എന്തായാലും വിപുലമായ ആഘോഷ പരിപാടികൾ സംസ്ഥാന തലസ്ഥാനത്തും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് ദിന സന്ദേശം എന്തായിരിക്കും തുടങ്ങിയ കൗതുകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വിപുലമായ ഒരുക്കങ്ങൾ, അപ്പോൾ എത്ര മണിക്കാണ് ഈ പരിപാടി ആരംഭിക്കുക തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ? ജിൽസി, കൃത്യം 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരിപാടികൾ ആരംഭിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തും. ദേശീയ പതാക ഉയർത്തി ആ സമയത്ത് തന്നെ ഭാരതീയ വായുസേനയുടെ പുഷ്പവൃഷ്ടിയും ഉണ്ടായിരിക്കും. ഗവർണറോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശിഷ്ട അതിഥികൾ, അതുപോലെ മന്ത്രിമാർ, MLA മാർ ഉൾപ്പെടെയുള്ളവർ ഈ റിപ്പബ്ലിക് ദിന പരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. 2 പവലിയനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് VIP പവലിയൻ, അതിന്റെ എതിർവശത്തായിട്ട് പൊതുജനങ്ങൾക്ക് ഈ പരിപാടികളും മറ്റുമൊക്കെ കാണുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പവലിയനും തയ്യാറായിട്ടുണ്ട്. അവസാനവട്ടം മിനുക്ക് പരിപാടികളിലാണ് പോലീസും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിൽക്കുന്നത്. കൃത്യം 9 മണിക്ക് തന്നെ ഗവർണർ എത്തിയ ശേഷം പരിപാടികൾ ആരംഭിക്കും. ജിൽസി പറഞ്ഞതുപോലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം കേരളത്തിൽ വന്ന് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരിപാടി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ 76ാം റിപ്പബ്ലിക് ദിനം കേരളം ആഘോഷിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് കേരളത്തെ പറ്റി അദ്ദേഹം എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും കൗതുകമായിട്ട് എല്ലാവരും അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കേരളത്തോട് ഇടപെടുന്നത്. സർക്കാരുമായിട്ട് വളരെയധികം സൗഹാർദ്ദപരമായിട്ട് പോകുന്നു. അതുകൊണ്ട് കേരളത്തെ പറ്റി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരിക്കും എന്ന് ഏവരും ഉറ്റ് നോക്കുന്നുണ്ട്. ഈ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡുണ്ട്. ഗവർണർ ഈ പരേഡ് വീക്ഷിക്കും. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദേശം നൽകുന്നത്. ഈ പരേഡുമായി ബന്ധപ്പെട്ട് വിവിധ സേനാ വിഭാഗങ്ങൾ, പോലീസുണ്ട്, അതുപോലെ സൈന്യമുണ്ട്, വായുസേന അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC കേഡറ്റ്സ് ഉൾപ്പെടെയുള്ളവരാണ്
ഈ പരേഡിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടിയുടെ അവസാനം ഈ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എന്തായാലും സംസ്ഥാന തലസ്ഥാനത്തും വിപുലമായ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പതാക ഉയർത്തലുകൾ, അതിനുശേഷം വായുസേനയുടെ പുഷ്പവൃഷ്ടി, അങ്ങനെ നിരവധി പരിപാടികൾ. പിന്നീട് തലസ്ഥാനത്തെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങളടക്കം നൃത്തങ്ങളടക്കമുള്ള പരിപാടികൾ കൂടി എന്തായാലും ഇന്നിപ്പോൾ തലസ്ഥാനത്ത് പ്രതീക്ഷിക്കാം. തലസ്ഥാനത്ത് മാത്രമല്ല മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചും കൂടെ വലിയ ആഘോഷ പരിപാടികൾ തന്നെ നടക്കുന്നുണ്ട്. കോഴിക്കോട് വെസ്റ്റിൽ വിക്രം മൈതാനിയിൽ നിന്ന് ഷബീർ ഒമർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, കോഴിക്കോട് ആരാണ് പതാക ഉയർത്തുന്ന ചടങ്ങുകൾ